UDF വിപുലപ്പെടുത്തുന്നതിനുള്ള അനുകൂല നിലപാടാണ് എന്ന് പറയുകയാണ് കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ്. കേരള കോൺഗ്രസ് UDFിലേക്ക് വരണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. പാർട്ടിയുടെ നിലപാട് PJ ജോസഫ് പറഞ്ഞു തന്നെയാണ് പാർട്ടിയുടെ നിലപാടെന്നുകൂടി മോൻസ് ജോസഫ് പറയുന്നു. ടോബിയോട് മോൻ സംസാരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാറ് അദ്ദേഹത്തിന്റെ ശതാഭിഷേകവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ ചോദ്യം ചോദിച്ചപ്പം പാർട്ടിയുടെ നിലപാട് സാറ് പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ ഏതെങ്കിലുമൊക്കെ തലത്തിലുള്ള മുന്നണി UDFിലേക്ക് ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരൊക്കെയാണ് വെളിപ്പെടുത്തേണ്ടത്. ഇപ്പോൾ അതിനൊന്നും സാധ്യതയില്ലെന്ന് അവർ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങളായിട്ട് അതേക്കുറിച്ച് ഒരു പ്രത്യേക പ്രതികരണത്തിനോ അഭിപ്രായത്തിനോ യാതൊരു പ്രസക്തിയും കാണുന്നില്ല. UDF ഇപ്പോൾ നിൽക്കുന്ന ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. പുതിയതായി ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരാദ്യം വെളിപ്പെടുത്തട്ടെ. അവർ വെളിപ്പെടുത്തിയാൽ പാർട്ടി എപ്പോൾ ആലോചിക്കും. ടോബി ജോൺസൺ വിവരങ്ങൾ ചെയ്തു. ടോബി, ഒരുപക്ഷെ ഇനി ഹൈപ്പോത്തറ്റിക്കലി കേരള കോൺഗ്രസ് UDF വിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ, അല്ല LDF വിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു മതിൽ പ്രതിരോധം തീർക്കാൻ ജോസഫ് ഉണ്ട് എന്നുള്ളതായിരുന്നു ഒരു പൊതുധാരണ. എന്തായാലും ഞങ്ങൾക്ക് അങ്ങനെ അവർ വരികയാണെങ്കിൽ വരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് ആത്മാർത്ഥമായി പറയുന്നതാണോ അതോ ഒരു പറയാൻ വേണ്ടി പറയുന്നതാണോ അത്? ടോബി, ഹാഷ്മി പറഞ്ഞതുപോലെ ആ ഒരു പ്രതിരോധം ഇപ്പോഴില്ല, അല്ലെങ്കിൽ ആ ഒരു തടസ്സം, ആ ഒരു ഭിത്തി, ആ ഒരു മതിൽ, അങ്ങനെ ഒരു പ്രശ്നം നിലവിൽ UDFിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് ഈ പിളർപ്പിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ മോൻസ് ജോസഫിന്റെ അടക്കമുള്ള പ്രധാനപ്പെട്ട ജോസഫ് വിഭാഗത്തിലെ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ നിരവധി എടുത്തിട്ടുണ്ട്. അതിലൊക്കെ കർശനമായിട്ട് ഈ UDFിലേക്ക് കേരള കോൺഗ്രസ് തിരിച്ചു വരുമോ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല, അതിന് ശക്തമായി ഞങ്ങൾ എതിർക്കുമെന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് ആ നിലപാടിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. അത് UDF ആണ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു നിലപാട് കേരള കോൺഗ്രസിനുണ്ടെങ്കിൽ നമുക്കത് അപ്പോൾ ചർച്ച ചെയ്യാമെന്നുള്ള തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. അതിനു മുമ്പ് UDF ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നു. മറ്റ് UDF നേതാക്കൾ ഇക്കാര്യം പറയുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസിലെ കേരള കോൺഗ്രസ് UDFിനൊപ്പം വരികയാണെങ്കിൽ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ചും UDFിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ UDFിനുള്ളിൽ തന്നെയുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊന്നും നിലവിൽ ചർച്ചയായിട്ടില്ല. എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്, അതായത് നിലവിൽ UDFിലുള്ള ജോസഫ് വിഭാഗത്തിന് മാണി വിഭാഗം വരുന്നതിനോട് നിലവിൽ എതിർപ്പൊന്നുമില്ല. അവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊരു നിലപാട് മാറ്റമായി തന്നെ വായിച്ചെടുക്കേണ്ടി വരും. കാരണം മുൻ വർഷങ്ങളിലൊക്കെ അവർ സ്വീകരിച്ച കടുത്ത നിലപാടിൽ നിന്നും അവർ ഒരു അല്പം അയവ് വരുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാകാം. ശക്തമായിട്ട് മധ്യ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ മാത്രമേ അധികാരത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കൂ എന്നുള്ളൊരു വിലയിരുത്തൽ ജോസഫ് വിഭാഗത്തിനും UDFിനും കോൺഗ്രസിനും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ജോസ് കെ മാണി വിഭാഗം അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാമെന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ നിരവധി തവണ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്തും സംഭവിക്കാതിരിക്കാം. അതിനുള്ള സാധ്യതകൾ നമുക്കിപ്പോൾ തള്ളിക്കളയാനാകത്തുമില്ല. കടുത്ത നിലപാട് ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടില്ല, LDFിൽ ഹാപ്പിയാണെന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. പക്ഷേ ഭാവിയിൽ അത് മാറ്റിപ്പറയേണ്ടി വരുമോ എന്നാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ഹാഷ്മി, ഓക്കെ, തള്ളിപ്പറയേണ്ടി വന്നാലും രാഷ്ട്രീയത്തിൽ അത് വലിയ കാര്യമൊന്നുമല്ല ടോബി. നമുക്കറിയാം രാഷ്ട്രീയം എന്നാൽ സാധ്യതകളുടെ കലയാണ് എന്ന് പറഞ്ഞാൽ ഓർത്തു നോക്കൂ. ബാർക്കോഴ കേസ്, അതിൽ കെ മാണിക്കെതിരായ രൂക്ഷമായ വിമർശനങ്ങൾ, നിയമസഭയിലുണ്ടായ കയ്യാങ്കളി, ആ സമയത്തുണ്ടായ കോഴമാണി തുടങ്ങിയ വിളി, അതിനുശേഷം അവരെ LDFിലേക്ക് വരുത്തുന്നതിനോ LDFിലേക്ക് പോകുന്നതിനോ ജോസ് കെ മാണിക്കോ കൂട്ടർക്കോ അല്ലെങ്കിൽ അവരെ ക്ഷണിക്കുന്നതിന് LDFിനോ യാതൊരു തടസ്സവും ഉണ്ടായില്ല. രാഷ്ട്രീയമൊക്കെ അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഒരുപക്ഷെ ആശയാടിത്തറയിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പഴയ കാലമൊക്കെ പോയില്ലേ. ഇപ്പോൾ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ്. അതിൽ ഒരുപക്ഷെ ഇപ്പോൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞ് ജോസ് കെ മാണി ചിലപ്പോൾ നാളെ അപ്പുറത്ത് പോയി ഹാപ്പിയായിരുന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ നിന്നും സംഭവിക്കും. എന്തായാലും ഒരു കാര്യം, UDFിലുള്ള കേരള കോൺഗ്രസിന് LDFിലുള്ള കേരള കോൺഗ്രസ് അങ്ങോട്ട് വരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ വരുന്നെങ്കിൽ വാ എന്ന് പറയുകയാണ്. മോൻസ് ജോസഫ്.